ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലെ നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് നോക്കാൻ പോവുകയാണ്. അതാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൊടുക്കുന്ന ഡിജിറ്റൽ ഡാറ്റയെ, അതായത് ബൈനറി ഡാറ്റയെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താക്കി മാറ്റുക, അനലോഗ് ഡാറ്റയ്ക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന കൺവേർട്ടേഴ്സിനെ പറയുന്ന പേരാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അപ്പോൾ എന്താണ് ഡിജിറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബൈനറി ഡാറ്റയാണ്, 0 അല്ലെങ്കിൽ 1 ആണ് ബൈനറി ഡാറ്റ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡാറ്റ. ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്, വോൾട്ടേജ് അതുപോലെ തന്നെ കറണ്ടൊക്കെ അനലോഗ് ഡാറ്റയാണ്. ഇങ്ങനെ ഒരു കൊടുക്കുന്ന ഒരു ബൈനറി ഡാറ്റയെ കറസ്പോണ്ടിങ് അനലോഗ് ഡാറ്റയ്ക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന കൺവേർട്ടേഴ്സാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അങ്ങനെ ഉപയോഗിക്കുന്ന കൺവേർട്ടേഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ്, മെയിനായിട്ടുള്ളൊരു 3 സ്പെസിഫിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാണ് റെസൊല്യൂഷൻ, 2 സെറ്റിലിംഗ് ടൈം, 3 ലീനിയാരിറ്റി. അപ്പോൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്, നമുക്കറിയാം ഒരു പിക്ചർ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ റെസൊല്യൂഷനുള്ള ക്യാമറയിൽ എടുക്കണം. അതുപോലെ തന്നെയാണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ അനലോഗ് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ദ സ്മാളസ്റ്റ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ്. അതായത് റെസൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഡിജിറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ഡാറ്റയെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് ഡാറ്റയായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സ് അല്ലെങ്കിൽ റെസൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ക്ലാരിറ്റി കൂടും. അതാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം. ഇനി രണ്ടാമത്തെ സെറ്റിലിംഗ് ടൈം. എന്തായി സെറ്റിലിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെറ്റിലിംഗ് ടൈം അത്രയേ ഉള്ളൂ, ഒരു ഡിജിറ്റൽ ഡാറ്റ കൊടുത്തു, ആ ഡിജിറ്റൽ ഡാറ്റയെ കൊടുത്തിട്ട് എത്ര ടൈം എടുത്തിട്ടാണ് അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് ഡാറ്റയായിട്ട് മാറുന്നത്, അതിനെടുക്കുന്ന ടൈമിനെ പറഞ്ഞു വരുന്നത് സെറ്റിലിംഗ് ടൈം. സെറ്റിലിംഗ് ടൈം. ഇങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോഴും അക്യുറസി അല്ലെങ്കിൽ മറ്റേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡാറ്റ മാറിക്കൊള്ളുന്നൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും എടുക്കുന്ന ദ ടൈം റിക്വയേർഡ് ഫോർ ദ അനലോഗ് ഔട്ട്പുട്ട് ടു സെറ്റിൽ വിത്തിൻ എ പ്രീ ഡിഫൈൻഡ് ഇറർ ബാൻഡ്. ഒരു ഇറർ ലിമിറ്റൊക്കെ ഉണ്ട്. ആ ഇറർ ലിമിറ്റിൻ്റെ ഉള്ളിൽ എത്ര ടൈം എടുത്തിട്ടാണ് ഒരു ഡിജിറ്റൽ ഡാറ്റ എന്താണ് അനലോഗ് ഡാറ്റ ആയിട്ട് മാറുന്നത് എന്നതിൻ്റെ ടൈമാണത് സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത്. അടുത്താണ് ലീനിയാരിറ്റി, മെഷേഴ്സ് ഹൗ ക്ലോസ് ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് ടു ഐഡിയൽ ഔട്ട്പുട്ട്. അതായത് നമുക്കറിയാം ഒരു ഡിജിറ്റൽ ഡാറ്റ കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് ഡാറ്റയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ശരിയായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ട്, ഒരു ആക്ച്വൽ കിട്ടുന്നൊരു ഔട്ട്പുട്ട് ഉണ്ട്, എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഐഡിയൽ ഔട്ട്പുട്ട് ഉണ്ട്. ഈ ഐഡിയൽ ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ മെഷേഴ്സ്, അതിൻ്റെ ഒരു ക്ലോസ്നെസ്, അതിനെ പറഞ്ഞു വരുന്നതാണ് ലീനിയാരിറ്റി എന്ന് പറയുന്ന സാധനം. ഇതാണ് 3 സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഡിജിറ്റൽ അനലോഗ് കൺവേർട്ടറിനെ നമ്മൾ ഒന്നും കൂടിയും കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ, അപ്പോൾ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ കൺവേർട്സ് എ ഡിജിറ്റൽ ഇൻപുട്ട് സിഗ്നൽ ഇൻ ടു എ അനലോഗ് ഔട്ട്പുട്ട് സിഗ്നൽ. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ദ ഡിജിറ്റൽ സിഗ്നൽ ഈസ് റെപ്രസെൻറ്റഡ്, നമുക്കറിയാം ഡിജിറ്റൽ സിഗ്നൽ നമ്മൾ 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ബൈനറി ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ് അല്ലേ. അപ്പോൾ 0, 1 വൈൽ ദ അനലോഗ് സിഗ്നൽ ഈസ് കണ്ടിന്യൂസ് ടൈം. അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ്. അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം അതിന് എല്ലാ വോൾട്ടേജ് ആണെങ്കിലും കറണ്ട് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ നമ്മൾ വരികയാണെങ്കിൽ എല്ലാ ഇൻസ്റ്റൻറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ട്. എന്നാൽ ഡിജിറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിജിറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ either by 0 or 1. either by 0 അല്ലെങ്കിൽ 1, 0 or 1 എന്ന് പറയുന്ന ഫോർമാറ്റിൽ, ഇതിപ്പോൾ 0 ഇത് 1 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലായിരിക്കും എന്താ പറയുക, 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും ഡിജിറ്റൽ ഡാറ്റ ഉണ്ടാവുക. അപ്പോൾ ഡിജിറ്റൽ ഡാറ്റയെ അനലോഗ് ഡാറ്റയായിട്ട് മാറ്റുന്ന ആ പ്രോസസ്സാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ഇതാണ് DACയുടെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ എന്താണ് DACയുടെ ബ്ലോക്ക് ഡയഗ്രാം? ഡിജിറ്റൽ സിഗ്നലായിരിക്കും ഇൻപുട്ട് കൊടുക്കുക. ഇവിടെ DAC കൺവേർട്ടർ അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അനലോഗ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. എല്ലാ പോയിന്റിലും എടുക്കുന്ന എല്ലാ പോയിന്റിലും അതിന് വാല്യൂ ഉണ്ടാവും. എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വോൾട്ടേജ്, കറണ്ട്, ഇതൊക്കെ അനലോഗ് സിഗ്നലുകൾക്ക് ഉദാഹരണമാണ്. ഡിജിറ്റൽ അനലോഗ് കൺവേർട്ടർ കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ബൈനറി ബിറ്റ്സ് ആൻഡ് എ സിംഗിൾ ഔട്ട്പുട്ട്. ഇൻ ജനറൽ ദ നമ്പർ ഓഫ് ബൈനറി ഇൻപുട്ട് ഓഫ് എ DAC വിൽ ബി. അപ്പോൾ എന്താണ് പറഞ്ഞ കാര്യങ്ങൾ. ഇനി എന്താണ്, ഏതൊക്കെ തരത്തിൽ നമുക്ക് ഡിജിറ്റൽ ഡാറ്റേനെ അനലോഗ് ഡാറ്റയ്ക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ബൈനറി ഇൻപുട്ട് ആൻഡ് എ സിംഗിൾ ഔട്ട്പുട്ട്. ഇൻ എ ജനറൽ ദ നമ്പർ ഓഫ് ബൈനറി ഇൻപുട്ട്സ് ഓഫ് എ DAC വിൽ ബി എ പവർ ഓഫ് 2. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇനി ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഡിജിറ്റൽ ഡാറ്റയെ അനലോഗ് ഡാറ്റയ്ക്ക് മാറ്റുന്ന ആ കൺവേർട്ടർ 2 തരത്തിലുണ്ട്. ഒന്ന് വെയ്റ്റഡ് റെസിസ്റ്റർ DAC, 2 R2R ലാഡർ DAC. അപ്പോൾ 2 തരത്തിലുള്ള സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിജിറ്റൽ ഡാറ്റയെ അനലോഗ് ഡാറ്റയ്ക്ക് മാറ്റാം. ആദ്യത്തെയാണെന്ത്, ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ DAC എന്നാൽ ഡിജിറ്റൽ ടു അനലോഗ് ഡാറ്റ കൺവേർട്ടർ. അടുത്താണ് R2R ലാഡർ DAC. ഡിപ്പെൻഡിങ് അപ്പോൺ ദ കൺസ്ട്രക്ഷൻ ആൻഡ് സ്ട്രക്ചർ ദർ ആർ 2 ടൈപ്സ് ഓഫ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ആദ്യത്തെയാണത് വെയ്റ്റഡ് റെസിസ്റ്റർ DAC, രണ്ടാമത്തെയാണ് R2R ലാഡർ DAC. ചിലപ്പോൾ നമുക്ക് നോക്കാൻ, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് എന്താ വെയ്റ്റഡ് റെസിസ്റ്റർ DAC. അപ്പോൾ ഫിഗർ നോക്ക്, ഈ ഫിഗർ
കൃത്യമായിട്ട് നിങ്ങൾ വരച്ച് പഠിക്കുക. എന്താണ് ഇതൊരു ഓപ്പാമ്പാണ്. ഓപ്പാമ്പിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് എന്താ പറയുക നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് RF എന്ന് പറയുന്ന റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടേക്കാണ് ബാക്കിയുള്ള കണക്ഷൻ. ഇവിടെ കണ്ടോ, ഇതാണ് എന്തുകൊണ്ട് അതിനെ ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ DAC എന്ന് പറയുന്നത്. ആദ്യത്തെ LSB അല്ലെങ്കിൽ ഇതാണ് ഈ ബിറ്റ് കണ്ടോ, ഇതാണ് നമ്മുടെ റെഫറൻസ് വോൾട്ടേജ് ആയിട്ടുള്ള -VR എന്ന് പറയുന്ന റെഫറൻസ് വോൾട്ടേജ്. ഓക്കെ, -VR എന്ന് പറയുന്ന നമ്മുടെ റെഫറൻസ് വോൾട്ടേജ് ആണ്. ഇവിടെ ഒരു റെസിസ്റ്ററിൻ്റെ ഒരു എന്താ പറയുക ബൈനറി വെയ്റ്റഡ് റെസിസ്റ്ററാണ്. ഇവിടെ നോക്കുക 2⁻⁴R. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 2⁻⁴R എന്ന് പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ 2⁻⁴ എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, അപ്പോൾ ഇവിടെ R ആദ്യത്തെ നെറ്റ്വർക്ക് R ആണ്. രണ്ടാമത്തെ 2⁻1 × R എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ R ആണ്. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ 2R ആണ്. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ 2⁻2 × R അതായത് 4R ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റെസിസ്റ്റർ കണക്ട് ചെയ്ത റെസിസ്റ്ററിൻ്റെ വാല്യൂ ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. അതുകൊണ്ട് അതിനെ വെയ്റ്റഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള നെറ്റ്വർക്ക് ഇത് വെച്ചിട്ടാണ് നമ്മുടെ ബൈനറി നമ്മൾ കൊടുക്കുന്ന ഈ ബൈനറി ഡാറ്റയാണ് ഏത് നമ്മൾ കൊടുക്കുന്നത് B2 B1 B0 എന്ന് പറയുന്ന ബൈനറി ഡാറ്റ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ഇത് ഈ റെസിസ്റ്ററിലൂടെ കയറി ഈ ബൈനറി വെയ്റ്റഡ് റെസിസ്റ്ററിലൂടെ കയറിയിട്ട് നമ്മുടെ ഓപ്പാമ്പ് അതിനെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഈ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? ഇതൊരു കണ്ടിന്യൂസ് സിഗ്നലാണ് അല്ലെങ്കിൽ ഇതൊരു അനലോഗ് ഡാറ്റയാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കൊടുക്കുന്ന ബൈനറി ഡാറ്റ B2 B1 B0 എന്ന് പറയുന്നത് ബൈനറി ഡാറ്റയാണ്. B2 B1 B0 എന്ന് പറയുന്ന ബൈനറി ഡാറ്റയാണ്. ഇതാണ് LSB ബിറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് MSB മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും അതുപോലെ തന്നെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും നിങ്ങൾ ആൾറെഡി ഡിജിറ്റൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, B2 B1 B0 എന്ന് പറയുന്ന ബൈനറി ഡാറ്റ, അതിൽ B2 എന്ന് പറയുന്ന MSB ആണ്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ്. അതിൽ B0 എന്ന് പറയുന്ന LSB ഡാറ്റയാണ്. ഈ ഡാറ്റയാണ് നമുക്ക് ഈ റെസിസ്റ്റർ ഏതാണ് ഈ B2 B1 B0 എന്ന് പറയുന്ന ഈ ബൈനറി ഡാറ്റ ഈ വെയ്റ്റഡ് റെസിസ്റ്റർ ആയിട്ടുള്ള ഈ റെസിസ്റ്റർ നെറ്റ്വർക്കിലൂടെ കയറിയിട്ട് നമ്മുടെ ഓപ്പാമ്പിലെത്തി ആ ഓപ്പാമ്പ് അതിനെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് അനലോഗ് ഡാറ്റയായിട്ട് കിട്ടും. ഇതാണ് ഈ വെയ്റ്റഡ് റെസിസ്റ്റർ DACയുടെ വർക്കിംഗ്. അപ്പോൾ ഇവിടെ എന്താണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എന്താണ് എന്തുകൊണ്ട് അതിനെ വെയ്റ്റഡ് റെസിസ്റ്റർ എന്ന് പറയാനുള്ള കാര്യം? ആദ്യത്തെ നെറ്റ്വർക്കിൻ്റെ റെസിസ്റ്ററിൻ്റെ വാല്യൂ 2⁻⁴R ആണ്. 2⁻⁴R എന്ന് പറഞ്ഞാൽ 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. എനിത്തിങ് ⁻⁴ 1 ആണ്. അപ്പോൾ ആ നെറ്റ്വർക്കിലെ റെസിസ്റ്ററിൻ്റെ വാല്യൂ R ആണ്. അതായത് ഈ നെറ്റ്വർക്കിൻ്റെ വാല്യൂ R ആണ്. ഈ നെറ്റ്വർക്കിലെ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണ്? 2⁻1R. അതായത് 2⁻1 എന്ന് പറഞ്ഞാൽ 2 × R 2R. അതുപോലെ തന്നെ ഇവിടെയുള്ള റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണ്? 2² R എന്ന് പറഞ്ഞാൽ 4R. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നെറ്റ്വർക്കിലെ ആദ്യത്തെ നെറ്റ്വർക്കിൽ 6, രണ്ടാമത്തെ നെറ്റ്വർക്കിൽ 2R, മൂന്നാമത്തെ നെറ്റ്വർക്കിൽ 4R. അപ്പോൾ ഇവിടെ നമുക്ക് റെസിസ്റ്ററിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടി വന്നിട്ടുള്ള റെസിസ്റ്റർ നെറ്റ്വർക്കാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഈ B2 B1 B0 എന്ന് പറയുന്ന ബൈനറി ഡാറ്റയാണ്. ആ ഡാറ്റ ഈ റെസിസ്റ്റർ നെറ്റ്വർക്കിലൂടെ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഈ ഓപ്പാമ്പ് അതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് V0 കിട്ടും. നമുക്കറിയാം ഇനി എന്താണ് പറയുന്നത്? ദ ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ DAC പ്രൊഡ്യൂസസ് ആൻ അനലോഗ് ഔട്ട്പുട്ട് വിച്ച് ഈസ് ആൾമോസ്റ്റ് ഈക്വൽ ടു ദ ഡിജിറ്റൽ ബൈനറി ഇൻപുട്ട്. അല്ലേ, ആ രീതിയിലാണ് അതിൻ്റെ എന്തുള്ളത് വർക്കിംഗ് പോകുന്നത്. ശരിയല്ലേ? ഓക്കെ, ഇനി എന്താണ് പറയാനുള്ളത്? Listen. So the circuit diagram of a 3-bit binary weighted resistor DAC is shown in the figure. Recall the 3-bit binary data only one of the two values either 0 or 1. Let 3-bit നമ്മൾ ആൾറെഡി പറഞ്ഞ 3 ബിറ്റുകളുണ്ട്. B2 B1 B0. B2 എന്ന് പറഞ്ഞ സംഗതി MSB, B0 എന്ന് പറഞ്ഞാൽ LSB. അത് നമ്മുടെ ബൈനറി ബിറ്റിലൂടെ കയറി നമ്മുടെ എന്താ പറയുക എവിടേക്ക് എത്തുന്നു? നമ്മുടെ ഓപ്പാമ്പിലേക്ക് എത്തുന്നു. ഇനി ആ ഓപ്പാമ്പ് നമുക്കറിയാം. ഓപ്പാമ്പ് എന്ന് പറഞ്ഞ സംഗതി ഇവിടെ ഒരു വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. കാര്യം ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലാണ് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞ സംഗതി എന്തായിരിക്കും? ഈ പോസിറ്റീവ് വോൾട്ടേജ് 0 ആയത് കാരണം ഇവിടെയുള്ള ഈ നോഡ് വോൾട്ടേജ് എത്രയായിരിക്കും? അത് 0 ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെ വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതായത് നമ്മൾ മറ്റേ ഈ പോസിറ്റീവ് ടെർമിനലിലേക്കുള്ള കിർച്ചോഫ് വോൾട്ടേജ് ലോ KVL അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ കിർച്ചോഫ് കറണ്ട് ലോ ഒക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കൃത്യമായിട്ടുള്ള ഇക്വേഷൻസ് അതുപോലെ എഴുതാൻ സാധിക്കും. എന്താണ്? 0 + VR B2 / 2⁻⁴. ഓക്കെ, അതായത് കറണ്ട് എന്ന് പറഞ്ഞ സംഗതി എന്താണ്? കറണ്ട് എന്ന് പറഞ്ഞ സംഗതി V/R അല്ലേ? I = എന്താ പറയുക ദ നോഡ് ഇക്വേഷൻ അറ്റ് ദ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. ഈ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലേക്കുള്ള നോഡ് ഇക്വേഷൻ നമ്മൾ എഴുതാണ്. ഈ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലേക്കുള്ള നോഡ് ഇക്വേഷൻ എഴുതാണ്. അപ്പോൾ എന്താണ് അവിടേക്കുള്ള നോഡ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ നോഡിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞ സംഗതി എന്താണ്? അത് 0 ആണ്. കാര്യം എന്താണ്? വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ്. ഈ പോസിറ്റീവ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്ത് കാരണം ഇവിടെയുള്ള വോൾട്ടേജ് 0 ആയിരിക്കും. ബാക്കിയുള്ള വോൾട്ടേജാണ് അങ്ങോട്ട് വരിക. എന്താ വരിക? അതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ബൈനറി ബിറ്റ് ആണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം എന്താ വരിക? ആദ്യത്തെ 0 + VR B2 /
2r 2 അപ്പോൾ ഏതാണ് ഈ വി ആർ എന്താണ്? വാട്ട് ഈസ് ദിസ് വി ആർ? ദിസ് വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വോൾട്ടേജ്, ഈ ബൈനറി വോൾട്ടേജ് ആണ്. ഏത്? ഈ വോൾട്ടേജ്, ഈ വി ആർ, ഈ റെഫറൻസ് വോൾട്ടേജ് ആണ്. അപ്പോൾ വി ആർ ഇതിപ്പോൾ നമ്മുടെ ഈ ബൈനറി ഡാറ്റ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബൈനറി ഡാറ്റ 1 ആണെങ്കിൽ, ബൈനറി കൊടുക്കുന്ന ഈ B2 B1 B0 എന്ന് പറയുന്ന ഡാറ്റ 0 ആണെങ്കിൽ അത് എവിടേക്കാണ് കണക്ട് ചെയ്യുക? അത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യും. എന്നാൽ അവിടെ കൊടുക്കുന്ന ബൈനറി ഡാറ്റ 1 ആണെങ്കിൽ അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുക? അത് ഇതാ ഈ ഇതിലേക്ക് കണക്ട് ചെയ്യും. അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് വി ആറിലേക്ക് പോകും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നോക്ക് B2 B1 B0 എന്ന് പറയുന്ന ബൈനറി ഡാറ്റ, ഈ ബൈനറി ഡാറ്റ 1 ആണെങ്കിൽ, എല്ലാം 1 ആണെങ്കിൽ അത് നേരെ സ്വിച്ച് എങ്ങോട്ടാണ് കണക്ട് ചെയ്യുക? നമ്മുടെ വി ആറിലേക്കാണ് സ്വിച്ച് കണക്ട് ചെയ്യുക. ഓക്കെ, ആ വി ആറിലേക്ക് സ്വിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന ഡാറ്റയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ്? 0 എന്ന് പറയുന്നത് ആൾറെഡി നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലുള്ള വാല്യൂ ആണ്, കാര്യം വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് പ്രകാരം. പ്ലസ് വി ആർ ഇൻറ്റു B2, കാര്യം B2 എന്ന് പറയുന്ന ഡാറ്റ 0 ആണെങ്കിൽ അത് നേരെ ഗ്രൗണ്ടിലേക്ക് പോകും. B2 എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ വി ആറിലേക്ക് കണക്ട് ചെയ്യും. ഡിവൈഡഡ് ബൈ 2r. 2r എന്ന് പറയുന്ന കാര്യം എന്താണ്? അവിടെയുള്ള റെസിസ്റ്റർ എന്താണ്? 2r ആണ്. അതുപോലെ എല്ലാ നെറ്റ്വർക്കിലെയും വോൾട്ടേജ് നമ്മൾ എഴുതി, KVL, അതായത് അവിടെയുള്ള കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതി. ദാറ്റ് ഈസ് ഇങ്ങനെ എഴുതി നമുക്ക് അവസാനം ഈ രീതിയിലേക്ക് വരും. V0 ഈക്വൽ ടു എന്താണ്? V0 ഈസ് ഈക്വൽ ടു V0 ഈക്വൽ ടു എന്താ പറയുക? VR ഇൻറ്റു RF ബൈ R ഇൻറ്റു B2 ബൈ 2⁻0 പ്ലസ് B1 ഡിവൈഡ് ബൈ 2⁻1 പ്ലസ് B0 ഡിവൈഡ് ബൈ 2². ഈ ലെവലിലേക്ക് നിങ്ങൾ ഇക്വേഷൻ എഴുതി ഇത് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായൊരു സാധനത്രേ ഉള്ളൂ. എന്താണ്? ഇവിടെ കൊടുത്ത ബൈനറി ഡാറ്റേനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഡാറ്റ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അതിന് ഇവിടെ ഉപയോഗിക്കുന്ന റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റഡ് റെസിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുക. വെയ്റ്റഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിൻ്റെ ദൂരം നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിൽ ഇവിടെയുള്ള റെസിസ്റ്ററിൻ്റെ വാല്യൂ 6 ആണ്, ഇവിടെയുള്ള 2R ആണ്, ഇവിടെ ഉള്ളത് 4R ആണ്. ഓക്കെ, ഈ ബൈനറി ഡാറ്റ ഇതാണ് B2 B1 B0. ഈ ബൈനറി ഡാറ്റയാണ് നമുക്ക് മാറ്റേണ്ടത്. ഈ ബൈനറി ഡാറ്റ 1 ആണെങ്കിൽ അത് നേരെ വി ആറിലേക്ക്, ഈ സ്വിച്ച് നേരെ ഈ വി ആറിലേക്ക് കണക്ട് ചെയ്യും. 0 ആണെങ്കിൽ എവിടേക്കാണ് കണക്ട് ചെയ്യുക? 0 ആണെങ്കിൽ അത് നേരെ ഗ്രൗണ്ട് തന്നെയായിരിക്കും. എന്നാൽ ഇവിടെയുള്ള ബിറ്റ് 1 ആണെങ്കിൽ അത് നേരെ വി ആറിലേക്ക് കണക്ട് ചെയ്യും. ആ വി ആറിലേക്ക് കണക്ട് ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഈ നോഡൽ ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ആ നോഡൽ ഇക്വേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. ഈ 0 എന്ന് റെപ്രസെൻറ്റ് നമ്മുടെ കിർച്ചോഫ് എന്താ പറയുക, നമ്മുടെ വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് പ്രകാരമുള്ള 0 ആണ്. ഓക്കെ, അവസാനം V0 ഡിവൈഡ് ബൈ RF ഇസ് ഈക്വൽ ടു VR ഇൻറ്റു B2 എന്ന് പറഞ്ഞാൽ ബൈനറി ബിറ്റ്, B2 ഡിവൈഡ് ബൈ 2⁻0R. ഇത് നമ്മുടെ അവിടുത്തെ റെസിസ്റ്ററിൻ്റെ വാല്യൂ. അടുത്ത് പ്ലസ് VR ഇൻറ്റു B1 ഡിവൈഡ് ബൈ 2⁻1 ഇൻറ്റു R പ്ലസ് VR ഇൻറ്റു B0 ഡിവൈഡ് ബൈ 2²R. ഈ V0 ബൈ RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ വാല്യൂ? ഈ നെറ്റ്വർക്കിലെ കറണ്ടിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെയുള്ള കറണ്ട് ഇങ്ങോട്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള KCL ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. KCL കിർച്ചോഫ് കറണ്ട് ലോണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഓക്കെ, KCL. അപ്പോൾ എന്താണ് ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? V0 മൈനസ് 0 ഡിവൈഡ് ബൈ RF ആണ് അല്ലേ? ഈ കറണ്ട് അതായത് ഔട്ട്പുട്ട് കറണ്ട് V0, ഇവിടെയുള്ള വോൾട്ടേജ് 0 ആണ്, ഇവിടെയുള്ള വോൾട്ടേജ് ആൾറെഡി 0 നമ്മൾ പറഞ്ഞു. അപ്പോൾ V0 മൈനസ് 0 ബൈ RF, അതാണ് ഈ വാല്യൂ. ഏത്? V0 ഡിവൈഡ് ബൈ RF എന്ന് പറയുന്ന വാല്യൂ. ബാക്കിയൊക്കെ നമ്മുടെ നോഡ് ഇക്വേഷൻ ആണ്. നോഡ് ഇക്വേഷൻ എന്താണ്? ആദ്യത്തെ ആ ബ്രാഞ്ചിൻ്റെ ഇക്വേഷൻ VR ഇൻറ്റു B2 ഡിവൈഡ് ബൈ 2⁻0R. രണ്ടാമത്തെ ബ്രാഞ്ച് VR ഇൻറ്റു B1 ഡിവൈഡ് ബൈ 2⁻1R പ്ലസ് VR ഇൻറ്റു B0 ഡിവൈഡ് ബൈ 2²R. ഓക്കെ, ഈ ഇക്വേഷൻ അവസാനം ഔട്ട്പുട്ട് ഇക്വേഷൻ ഇത് എഴുതി നമ്മളിത് അവസാനിപ്പിച്ചാൽ നമ്മുടെ ഈ കറസ്പോണ്ടിങ് വാല്യൂ, അതായത് ഈ ബൈനറി ഡാറ്റ B2 B1 B0 എന്ന് പറയുന്ന ബൈനറി ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടി. സോ ദിസ് ഈസ് വൺ ഓഫ് ദ എക്സാമ്പിൾ ഫോർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ഈ കൺവേർട്ടറിനെ പറഞ്ഞ പേര് ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ. ഓക്കെ, DAC. എന്തുകൊണ്ട് അതിനെ ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ എന്ന് പറയാനുള്ള കാര്യം, ഇവിടെയുള്ള ഈ ബ്രാഞ്ചിലെ റെസിസ്റ്റേഴ്സ് വെയ്റ്റ് കൂടി വരികയാണ്. ഇവിടെയുള്ള ബ്രാഞ്ചിൻ്റെ വാല്യൂ 6 ആണ്, ഇവിടെയുള്ള റെസിസ്റ്ററിൻ്റെ വാല്യൂ 2R ആണ്, ഇവിടെയുള്ള റെസിസ്റ്ററിൻ്റെ വാല്യൂ 4R ആണ്. അതുകൊണ്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു ബൈനറി ഡാറ്റേനെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് ഡാറ്റയായിട്ട് ഇവിടെ കിട്ടും. ആ കിട്ടുന്ന അനലോഗ് ഡാറ്റ ഇക്വേഷനാണ് ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. V0 ഈക്വൽ ടു VR ഇൻറ്റു RF ബൈ R ബ്രാക്കറ്റിനുള്ളിൽ B2 ഡിവൈഡ് ബൈ 2⁻0 പ്ലസ് B1 ഡിവൈഡ് ബൈ 2⁻1 പ്ലസ് B0 ഡിവൈഡ് ബൈ 2². ഈ B2 B1 B0 ബൈനറി ഡാറ്റ, B2 എന്ന് പറയുന്ന MSB മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, B0 എന്ന് പറഞ്ഞാൽ LSB ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തൊട്ടടുത്ത ക്ലാസ്സിൽ അടുത്തൊരു സെഷനായിട്ട് കാണാം. താങ്ക് യു.